നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഗൂഢതന്ത്രം നനഞ്ഞ് പുതിയൊരു പ്ലാൻ കൂടെ പുറത്തെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന നരഹത്യ കൂടി വരുന്ന സാഹചര്യത്തിലും ഒരു രീതിയിലുള്ള ദയാദാക്ഷിണ്യത്തിനും തയ്യാറാവാതെ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ഫലസ്തീനുകൾക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുത്താൽ ആഫ്രിക്കൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമോപദേശകർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ നടപടി. ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. യുദ്ധത്തിൽ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ കണക്കുകൾ പ്രകാരം 30,000-ത്തിലധികം ആഫ്രിക്കൻ അഭയാർത്ഥികൾ ഇസ്രായേലിൽ താമസിക്കുന്നുണ്ട്. ഇസ്രായേൽ പൗരത്വം നേടാൻ കാലങ്ങളായി ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്വാധീനിക്കാനാണ് പ്രസ്തുത അറിയിപ്പിലൂടെ നെതന്യാഹു സർക്കാർ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെയുള്ള ഗാസയിലെ സൈനിക നടപടിയിൽ പങ്കെടുത്ത അഭയാർത്ഥികൾക്ക് ഇസ്രായേൽ ഔദ്യോഗിക പദവികളോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നിരവധി തവണ ഇസ്രായേലിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അഭയാർത്ഥികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലി സൈന്യത്തോടൊപ്പം ചേർന്ന അഭയാർത്ഥികൾ ഒന്നിലധികം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ഹാരറ്റ്സ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അഭയാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ട ഫിലിപ്പീനോ ഇസ്രായേൽ റിസർവ് സൈനികന്റെ മാതാപിതാക്കൾക്ക് ഇസ്രായേൽ പൗരത്വം നൽകിയിരുന്നു. 2023 ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 അഭയാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഫ്രിക്കൻ അഭയാർത്ഥികളോട് ഇസ്രായേൽ സർക്കാർ വളരെ മോശമായാണ് പെരുമാറുന്നത്. ഇതിനു പുറമെ ഇന്ത്യയിലെ മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിൽ ജനിച്ച ഇസ്രായേലികൾ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ചേരണമെന്ന ആഹ്വാനത്തോടെ പ്രതികരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഒക്ടോബറിൽ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞത് 400 ഇന്ത്യൻ പൗരന്മാരെങ്കിലും ഇസ്രായേൽ സൈന്യത്തോടൊപ്പം ഗാസയിൽ ആക്രമണം നടത്തുന്നുണ്ട്. സൈന്യത്തിലെ ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രായേലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരുന്നു. ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന ഫലസ്തീൻ നിർമ്മാണ തൊഴിലാളികൾ യുദ്ധം ആരംഭിച്ചതോടെ രാജ്യം വിടുകയായിരുന്നു. പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികളെ രാജ്യത്തെത്തിക്കാൻ ഇസ്രായേലി സർക്കാർ മോദി സർക്കാരുമായി കരാറിലെത്തിയിരുന്നു. ഇത് പ്രകാരം നിരവധി ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഫ്രിക്കൻ അഭയാർത്ഥികൾക്ക് പുതിയ വാഗ്ദാനവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്.